ആദ്യമായിട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവും തിരുക്കുമാരനും ഇടപെട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ ഒരു എക്സാം പാസ്സാവണമായിരുന്നു. ഞാൻ നന്നായിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പഠിച്ചു. എൻ്റെ പേര് അശ്വതി. ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ ഒരു എക്സാം പാസ്സാവേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. ഫുള്ളി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് തന്നെ എല്ലാം നേടാമെന്നുള്ളൊരു ധൈര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തി മാത്രമായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. നന്നായിട്ട് ഞാൻ പഠിച്ചു. പ്രാർത്ഥന കുറച്ച് കുറവായിരുന്നു. ഞാൻ എക്സാം എഴുതി. എനിക്ക് എക്സാം കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിന് ഞാൻ ഫെയിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി. എന്തുകൊണ്ടിങ്ങനെ എനിക്ക് സംഭവിച്ചു, ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി എന്നെനിക്ക് തോന്നി. അന്നേരം ഇനി കൂടുതൽ എനിക്കൊന്നും പഠിക്കാനില്ല. അതുപോലെ ഞാൻ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഡേറ്റ് കിട്ടി. ആ സമയത്ത് ഞാനൊന്നും തന്നെ ഞാൻ പഠിച്ചില്ല. ഞാൻ ഓൺലൈൻ ആയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ കൂടി. അതുമാത്രം ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിനേക്കാളും. പക്ഷേ അമ്മ മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പാസ്സായി. അപ്പം എൻ്റെ ഓൺലൈൻ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്സായതിനുടനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ പെർമിറ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ഏജൻറ്റ് കുറച്ച് കെയർലെസ് ആയിട്ടാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഏകദേശം ഒരു 1,00,000 രൂപയോളം നമുക്ക് അവിടുത്തെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്, ഇന്ത്യൻ മണി. അത് ഞാൻ തന്നെയാണ് പേയ്മെൻറ്റ് അടച്ച് ഫസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. എനിക്കതിൽ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആവാത്തത് കൊണ്ട് എനിക്കതിൽ റിജക്ഷൻ വന്നു. അതിനുശേഷം സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു. പക്ഷേ ആ ഏജൻറ്റ് അപ്ലൈ ചെയ്തത് ഞാൻ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ അപ്ലൈ ചെയ്തത്. അതിലെനിക്ക് 3 ക്വയറീസ് വന്നു. പക്ഷേ അത് 3 എനിക്ക് മനുഷ്യനാൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവരെന്നോട് ചോദിച്ചത്. കാരണം ഒന്നെങ്കിൽ ഞാൻ നാട്ടിൽ വരണം, നാട്ടിൽ വന്നാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് 3 ക്വയറീസാണ് വന്നത്. എനിക്ക് 28 ഡേയ്സിനുള്ളിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണം. അതിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അത് റിജക്റ്റ് ആകും. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അമ്മ മാതാവിനെ ഞാൻ മുറുക്കെ പിടിച്ചു. നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഹസ്ബൻഡും നാട്ടിൽ വന്നു. പുള്ളിക്കാരനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ആ സമയത്ത്. അതുപോലെ തന്നെ നവംബർ 28 ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. നവംബർ 23 ഒക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അതിന് മുമ്പായിട്ട് അമ്മ മാതാവ് എനിക്ക് ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് അമ്മ മാതാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി, നീ 22nd അല്ലെ 23rd നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. നവംബർ 23rd ആയപ്പം അമ്മ മാതാവ് എന്നോട് പറഞ്ഞ പോലെ നീ തന്നെ റിപ്ലൈ ചെയ്യുക എമിഗ്രേഷൻ ഓഫീസിലേക്ക്. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അവർക്ക് മെയിൽ അയച്ചു. അതിൻ്റെ ഫലം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, മാതാവിൻ്റെ പള്ളിയാണ്. ഞാനവിടെ ദിവസവും മിക്കപ്പോഴും പോകുന്ന പള്ളിയാണ്. ഞങ്ങൾക്ക് അവിടെ 24 hours അഡറേഷൻ ഉള്ളതാണ്. ഞാനവിടെ ചെന്നു. ഞാൻ മുട്ടിന്മേൽ നിന്ന് വിശ്വാസപ്രമാണവും സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയവും നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും 9 തവണ ഞാൻ ചൊല്ലി. ഓരോ തവണ ഞാൻ ചൊല്ലുമ്പോഴും ഞാൻ നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഞാനത് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുക്കുമ്പോൾ എനിക്കൊരു മെയിൽ വന്ന് കിടക്കുന്നു. അപ്പം തന്നെ എനിക്ക് തോന്നി എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ പെർമിറ്റ് ഗ്രാൻഡാക്കി തന്നുവെന്ന്. ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. എനിക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ പോയത് ആൾത്താരയിലേക്കാണ്. അമ്മ മാതാവിനെ തിരുക്കുമാരനെ എൻ്റെ പെർമിറ്റ് കാണിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുന്നത് പോലെ എനിക്ക് മാതാവ് തന്നതാണ്. ഞാൻ മെയിൽ അയച്ച് ഒരു 15 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ എനിക്കത് കിട്ടാനായിട്ട്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ
ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ടൂറിസ്റ്റ് വിസയ്ക്ക് ഞാൻ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം പുള്ളി തന്നെ പറയും. ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു ടൂർ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നെതർലാൻഡിലാണ് വിസ അപ്ലൈ ചെയ്തിരുന്നത്. ആ വിസ റിജക്റ്റ് ആയതിൻ്റെ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. ഇപ്പോൾ ഫാമിലി വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ അയർലൻഡിൽ വിസ റിജക്ഷനുള്ള ചാൻസസ് ആയി മെയിൽ വന്നു. നിങ്ങൾ നേരത്തെ വിസ റിജക്റ്റ് ആയതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞ് അത് നമുക്ക് ഡയറക്റ്റായിട്ടൊരു പേപ്പർ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. ആ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അത് കൊടുത്തില്ലേ വിസ അപ്രൂവൽ ആവത്തില്ല, അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് മെസ്സേജ് കൊടുത്തു അങ്ങോട്ട്, എൻ്റെ കയ്യിൽ ആ സംഭവം ഇല്ല, ആ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി, അങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. മെസ്സേജ് കൊടുത്ത ഉടനെ തന്നെ അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർ വേറൊന്നും ചോദിച്ചില്ല, വിസ അപ്രൂവലാക്കി സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് തിരിച്ച് മെയിൽ റിപ്ലൈ വന്നു. അത് എനിക്ക് തോന്നുന്ന അമ്മ മാതാവ് അതിനകത്ത് അവരെ തോന്നിപ്പിച്ച് ഇടപെട്ട് അങ്ങനെ എനിക്ക് വിസ അപ്രൂവൽ ചെയ്തതാണെന്നാണ്. സാധാരണ കേസസിൽ അങ്ങനെ നമ്മൾക്കൊരു ക്വയറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരു വിസ റിജക്ഷൻ സ്റ്റേജിലിരുന്നാൽ അത് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് എൻ്റെ മാതാവ്, അമ്മ മാതാവ് അവിടെ, കൃപാസന മാതാവ് അവിടെ, അയാൾ ആ എമിഗ്രേഷൻ ഓഫീസറെ കൊണ്ട് തോന്നിപ്പിച്ച് ഇത് അപ്രൂവലായി കിട്ടിയതാണെന്ന്. അതിന് മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു മുന്നേ ഒരു വിശ്വാസി അല്ലായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പാതയിലല്ലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും എൻ്റെ കഴിവിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഞാൻ ഖത്തറിൽ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ വളരെ റൂഡായിട്ടായിരുന്നു എൻ്റെ കീഴെ വർക്ക് ചെയ്യുന്നവരോടും എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നത്. അതിലും കാര്യമുണ്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈസ, പണം, അതിനായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല എന്ന് എനിക്ക് ഈ ജോസഫ് അച്ഛനോട് എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റിയത് ജോസഫ് അച്ഛൻ്റെ ടോക്കുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ മാറിയത്. എന്തെന്നാൽ ഞാൻ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എത്ര കഷ്ടപ്പാട് ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് കൈ നീട്ടിയാലും ഞാൻ അങ്ങനെ പോകത്തില്ല. എന്തുകൊണ്ട്? അവർക്കും അധ്വാനിച്ചുകൂടാ, അവർക്കും ജീവിച്ചുകൂടാ, അതായിരുന്നു എൻ്റെ ഒരു പോളിസി. പിന്നീട് എൻ്റെ ജീവിതത്തിലൊരു വളരെ വലിയൊരു മാറ്റമാണ് അച്ഛൻ്റെ ടോക്കുകളിലൂടെയും അച്ഛൻ്റെ പ്രാർത്ഥനകളിലൂടെയും എല്ലാം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ഞാൻ എല്ലാ ആഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം കൂടും. ആ ധ്യാനത്തിലൂടെ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കമ്പനിയുടെ പ്രൊജക്റ്റ് കോർഡിനേറ്ററാണ്, അതിൻ്റെ എനിക്ക് മേലെ പ്രൊജക്റ്റ് മാനേജറാണ്. ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് അലവൻസ്, കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റിൻ്റെ ഒരു അലവൻസ്, അങ്ങനെയുള്ള പൈസകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ പൈസയോടുള്ള ഇങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടണം, നമുക്ക് സാലറി കൂടാതെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നല്ലോ എന്നുള്ളൊരിത് കിട്ടുമ്പം ഞാൻ എൻ്റെ താഴെയുള്ള ആളുകൾ എന്ത് കേസ് പറഞ്ഞാലും അവർ ജോലിക്ക് ഒരു വയ്യ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സൂപ്പർവൈസറെ വിളിച്ച് പറയും, അങ്ങനെ ലീവ് കൊടുക്കരുത്, അവരെ കമ്പൽ ചെയ്ത് ഞാൻ വിടും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സാലറി കട്ട് ചെയ്യും. അങ്ങനെയുള്ള രീതിയിലോട്ടും പല ആക്ഷൻസും ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ തെറ്റായി പോയെന്നും പലരുടെയും ശാപവാക്കുകളും ഞാൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പല കേസ് കേട്ടുകളിലായിട്ട് ഇങ്ങനെ ജോലി സംബന്ധമായിട്ട്. ഇപ്പം ഈ ഒരു രീതിയിലോട്ട് അച്ഛൻ്റെ ടോക്കുകളിലും അച്ഛൻ്റെ പ്രാർത്ഥനയിലും ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ മാറിയതിന് ശേഷം ഞാൻ അങ്ങനെയുള്ളൊരു പ്രവൃത്തികളിലോട്ടും പോയിട്ടില്ല. എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിയെടുത്തു. അതിന് ജോസഫ് അച്ഛനും അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58:11 തിരുവചനം പറയുന്നു, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകുന്നേ. ജീവിതത്തിൽ ഇത്രയും നാളും നയിച്ചതല്ലായിരുന്നു ജീവിതം. താനൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മൂലം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ, സാക്ഷ്യങ്ങൾ, ഇതൊക്കെ എത്രമാത്രമാണ് തന്നെ സ്വാധീനിച്ചത്. നാം ഇവിടെ വരുമ്പോൾ തന്നെ നമ്മെ നോക്കിയിരിക്കുന്ന ഒരമ്മയുണ്ട്.
ആ അമ്മ നാം ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലേലും അമ്മ നമ്മെ നോക്കുന്നുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ കുറേ നിയോഗങ്ങളൊക്കെ ആയിട്ട് നാം ഇങ്ങനെ എപ്പോഴും ഇവിടുന്ന് പോകാൻ പറ്റും, ഇനിയും തീർന്നില്ലല്ലോ, കുറേ നേരമായല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുമായിട്ട് നാം ആകെ വറീഡാകാം ചില സമയത്ത്, ചിലരെങ്കിലും. എന്നാൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മെ നോക്കുന്ന അമ്മയ്ക്കറിയാം ഇത് എത്രമാത്രം നാം ഓടിയാലും എന്തുമാത്രം ഓടുമെന്ന് അമ്മയ്ക്കറിയാം. വീണ്ടും ഈ ഒരു മടിത്തട്ടാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത് എന്ന് തീർച്ചയായും അറിയുന്ന അമ്മയുടെ അടുത്ത് നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട്. ആ അമ്മ പറയുന്നതൊക്കെ ഈശോ കേട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പുതിയ വ്യക്തികളാകുവാൻ, പിന്നീട് ജീവിതത്തിൽ കിട്ടുന്ന ഓരോന്നും തങ്ങളുടെ കഴിവല്ല, ഇത്രയും നാളും ഇതൊക്കെ എൻ്റെ ആരോഗ്യം, എൻ്റെ പണം, എൻ്റെ സമയം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നീടത് നമുക്ക് ദൈവം തരുന്ന ദാനമായിട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇവർ ഹസ്ബൻഡും വൈഫും പറയുമ്പോൾ നാം കേട്ടു, ഇതൊക്കെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് പഠിക്കാൻ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ പഠിച്ചെനിക്ക് ജോലി കിട്ടി, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിന്നീട് ഇത് ദൈവം ഇടപെട്ട കാര്യം മാത്രമായി മാറുന്നത്? അതുകൊണ്ടാണ് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന, മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി നൽകുന്ന, നാം വരണ്ടുണങ്ങി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഉടമ്പടി എങ്ങനെ നമ്മെ പുതുജീവിത ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്നു. അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കൾക്ക് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ലഭിച്ചത് വർക്ക് പെർമിറ്റ് ലഭിച്ചു. അത് കിട്ടാൻ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒത്തിരിയാണ്, അതൊക്കെ സാക്ഷ്യത്തിൽ നാം കേട്ടതാണ്. പിന്നീട് അയർലൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ അതുണ്ടെങ്കിലാണ് ഒരു ഗവൺമെൻറ് ജോബ്, നമുക്കൊരു നല്ല സാലറിയിലൊക്കെ ജോബ് ലഭിക്കുക. അതുപോലെ പിന്നീട് ഹസ്ബൻഡിനും കൂടി അയർലൻഡിന് പോകാനുള്ള വിസ, ഇതൊക്കെ ഒരിക്കലും പിന്നീട് തങ്ങളുടെ കഴിവല്ല, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതുമാത്രം എന്ന് പറഞ്ഞ് ദൈവമഹത്വം പ്രഘോഷിക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സ്വീറ്റി, ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ വലിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ്. 2023 ജനുവരി 3-ാം തീയതി എൻ്റെ ഹസ്ബൻഡിനൊരു പനി വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മഞ്ഞപ്പിത്തമാണെന്ന് അറിഞ്ഞു. അതിനുള്ള ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ കാലിൽ ചെറിയൊരു വേദന തുടങ്ങി. അത് ഓരോ ദിവസവും തോറും അത് വേദന കൂടി വന്നു. പിന്നീട് അത് സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞു ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിക്കുകയാണെന്ന്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്ത് കളയണം, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുമെന്ന്. അപ്പോൾ അത് സർജറി ചെയ്തു. പിന്നീട് അവിടെ നിന്ന് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് നിൽക്കാതെയായി. എന്താണ് ബ്ലീഡിങ് നിൽക്കാത്തതിൻ്റെ കാരണമെന്ന് ഡോക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല. പല ടെസ്റ്റുകൾ ചെയ്തിട്ടും അവർക്കതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡിന് തൊണ്ടയിൽ പിന്നീട് വേദന തുടങ്ങി. അതും ഇതുപോലെ തന്നെ വേദന കൂടി വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അതും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലഡ് ക്ലോട്ടായിട്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അതും സർജറി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സിന് തന്നെ സർജറി ചെയ്യാൻ താല്പര്യമില്ല, കാരണം അത് റിസ്ക്കാണ്. കാലിൽ തന്നെ ചെയ്തിരിക്കുന്ന സർജറി കൊണ്ട് ബ്ലീഡിങ് നിൽക്കുന്നില്ല, പിന്നെ തൊണ്ടയിലും ചെയ്താലും ബ്ലീഡിങ് നിൽക്കില്ല, അത് വളരെ റിസ്ക്കാണെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സിനും ഒട്ടും താല്പര്യമില്ല. പക്ഷെ ചെയ്യാതിരിക്കാനും പറ്റില്ല, കാരണം തൊണ്ടയിൽ ഈ നീര് കൂടി ശ്വാസം ലഭിക്കാത്ത അവസ്ഥയിലാവും. അതുകൊണ്ട് അത് കളയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ 2019 ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കിയിട്ട് എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം സർജറി വേണോ വേണ്ടേന്ന്. ഞാൻ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി പുതുക്കി. ഞാനപ്പോൾ മേലെ ഉടമ്പടി പുതുക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ വിഷമത്തിലും സങ്കടത്തിലൊക്കെ ഇരിക്കുമായിരുന്നു. മാതാവിനോട് ഞാൻ കുറേ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ ഇപ്പോൾ ആ സമയത്ത് ഇവിടെ കുർബാന നടക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് സംബന്ധിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വിഷമം കൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവി തുളച്ച് കയറി വരുന്ന പോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മാതാവ് എനിക്ക് ഉത്തരം തന്നു. ഒരു പാട്ടിലൂടെയാണ് എനിക്ക് മാതാവ് ഉത്തരം തന്നത്. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ എന്നോട് ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞത് അവൻ്റെ വേദനയെല്ലാം മാറി, ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഡോക്ടേഴ്സ് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ തൊണ്ടയിലെ വേദനയെല്ലാം മാറി എന്നാണ് പറഞ്ഞത്. പക്ഷേ ബ്ലീഡിങ്ങിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. അസ്റ്റർ മെഡിസിറ്റിയിലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. പക്ഷേ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാണുന്നില്ല. ബ്ലീഡിംഗ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ മറ്റൊരു സൈഡിലും ഇതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടായിട്ടിരിക്കുകയാണ്. അവർ വീണ്ടും സർജറി ചെയ്തു. സ്റ്റിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തുടയിൽ നിന്ന് തൊലി എടുത്ത് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ 5 സർജറി വരെ ചെയ്തു. പക്ഷേ ബ്ലീഡിങ്ങിൽ ഒരു വ്യത്യാസവുമില്ല. ബ്ലീഡിങ്ങിൽ തന്നെയായിരുന്നു. ICUവിലേക്ക് മാറ്റും, പിന്നെ അവിടെ നിന്ന് MICUവിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ തന്നെയായിരുന്നു ഹസ്ബൻഡ്. അവിടുത്തെ ഡോക്ടേഴ്സും കൈയൊഴിഞ്ഞ് അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ബ്ലീഡിങ് വരുന്നതിന് കാരണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡിനെ ICUവിൽ നിന്ന് ഇറക്കി. ഡോക്ടേഴ്സ് പറഞ്ഞു ജിൻഡോൻ്റെ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഇനി കൂടുതൽ മരുന്നുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഹസ്ബൻഡിൻ്റെ ഹീലിംഗ് വളരെ പെട്ടെന്നായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉടമ്പടി എടുത്ത് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഹസ്ബൻഡ് നടന്ന് വളരെ പെട്ടെന്നായിരുന്നു പിന്നെ എല്ലാ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നവംബറിൽ ഹസ്ബൻഡ് UK പോയി. ഇപ്പോൾ ഷെഫായിട്ട് ജോലി ചെയ്യുന്നു. കാലിന് ചെറിയൊരു വേദന ഉണ്ട്, എങ്കിലും കൂടുതലായിട്ടൊന്നുമില്ല. ഇപ്പോൾ അടുത്ത ബുധനാഴ്ച ഞാനും മക്കളും കൂടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇത്രയും നല്ല ഒരു അനുഗ്രഹം തന്നതിന് മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുവാണ്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ഫുഡ് കൊടുക്കും, പിന്നെ അവരുടെ കൂടെയൊക്കെ ഇരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ പത്രപ്രവർത്തനം നടത്തുന്നത്. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ, അതാണ് ഉടമ്പടി വചനമായിട്ട് അമ്മ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനുള്ള ബോധ്യങ്ങൾ നമുക്ക് എപ്പോഴാണ് കിട്ടുക? ഉടമ്പടി എടുത്തതിന് ശേഷവും ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല, വീണ്ടും പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടി എടുത്തത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉടമ്പടി എടുക്കുന്നത് പ്രശ്നങ്ങൾ തീരാനല്ല, ദൈവസ്നേഹത്തോടെ കൂടുതൽ കൃപകൾ നേടി ജീവിക്കുവാനാണ്. അങ്ങനെ നാം കൃപകൾ നേടി ജീവിക്കുന്നവരാകുമ്പോഴാണ്, അതായത് ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തോടെ നാം പരസ്നേഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് കൂടുതലായും ദൈവ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം, ഈ മകള് ഉടമ്പടി എടുത്ത മകളാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിനുണ്ടാകുന്ന ഈ ഒരു അസുഖത്തിൻ്റെ സമയത്തൊക്കെ പിന്നീടാണ് ഇവിടെ വന്ന് പുതുക്കുവാനായിട്ടൊക്കെ ഒരു തീരുമാനമെടുക്കുന്നത്. അതായത് നാം ഒരു ടാറ്റ ഗുഡ് ബൈ ഉടമ്പടിയാകരുത്. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാത്രമായി പോകരുത്. നാം അതൊക്കെ വളരെ അറിവോടും അതുപോലെ ബുദ്ധിപരമായും ഏറ്റവും കൂടുതൽ പിന്നീട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു കൊണ്ടുമൊക്കെ നാം ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പിന്നീട് 5 പ്രാവശ്യം സർജറി കഴിഞ്ഞു, 5 പ്രാവശ്യം സർജറി ചെയ്തിട്ടും അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാതിരിക്കുമ്പോൾ ഈ മകൾ ഉടമ്പടി പുതുക്കുന്നു. അമ്മ ഇവിടെ വന്ന്, ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുകയും
ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് ഓരോരോ കാര്യങ്ങളിൽ ഇവർക്ക് ക്ലിയർ ആവുകയാണ്. അതുവരെയും എന്താണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഒന്നും കൂടെ വിശ്വസ്തരാകുമ്പോൾ പലതും അവർക്ക് ക്ലിയർ ആക്കുവാൻ കഴിയുന്നു. ഡോക്ടേഴ്സ് പിറ്റേ ദിവസം തന്നെ ICUവിൽ നിന്ന് പിന്നീട് ഇവർക്ക് റൂമിലേക്ക് വരുവാനും ഡിസ്ചാർജ് ആകുവാനും ഒക്കെയുള്ള കാരണങ്ങൾ എങ്ങനെയാണ് തെളിയുന്നതെന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ജീവിതത്തിൽ തമ്പുരാനോട് ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകാതെ ഉടമ്പടി ജീവിക്കുന്നവരായിട്ട് ഈശോയോട് വിശ്വസ്തരായിക്കൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ടുള്ള ഒരു ഉടമ്പടി ജീവിതം നയിക്കുവാൻ നമുക്കും ഇടവരട്ടെ. നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ, നല്ല ചിന്തകൾ നമ്മിലേക്ക് വരുത്തണം. അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് ആ ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയിലൂടെയും ഈശോയിലൂടെയും ലഭിച്ച കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അമ്മയുടെ ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും കൊടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടിജോ മാത്യു. ഞാൻ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. ഞാൻ വരുന്നത് പാലാരൂപതയിലെ മണലിങ്കൽ ഇടവകയിൽ നിന്നാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് നൽകിയ വലിയ കുറച്ച് അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 22 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ജോയിൻറ്റ് പെയിൻസിൻ്റെ പാലിൻഡ്രോമിക് റുമാറ്റിസം എന്ന ഒരു ജോയിൻറ്റ് പെയിൻസിൻ്റെ അസുഖം, അതായത് ഞാൻ +2 പഠിച്ചിരുന്ന കാലം മുതൽ എനിക്കുണ്ടായിരുന്നതാണ്. അപ്പം എല്ലാ മാസവും ഇങ്ങനെ ജോയിൻസിൽ വേദന മാറി മാറി വരും. അത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് എല്ലാ മാസവും 4-5 തവണയും 6-7 തവണയൊക്കെ വെച്ച് വരുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു. അപ്പം അങ്ങനെ വന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ മെയിനായിട്ട് വേദന വരുമ്പോൾ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഉടമ്പടി തൈലം ഉപയോഗിച്ച് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം വേദന മാറുന്നൊരു സ്ഥിതിയിലോട്ട് വന്നു. അപ്പം അതങ്ങനെ കുറച്ച് നാൾ അങ്ങനെ പോയി. അതിനുശേഷം അഖണ്ഡ ചുവമല റാലി, അതായത് 2023 അഖണ്ഡ ചുവമല റാലിയിൽ പങ്കെടുത്തു. അപ്പം അതിനുശേഷം എനിക്ക് ഒരു തവണ മാത്രമാണ് വേദന വന്നിട്ടുള്ളത്. അപ്പം അതിനുശേഷം ഇപ്പം 3 മാസമായി ഇതുവരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. അപ്പം അതുപോലെ തന്നെ എനിക്കൊരു 3-4 വർഷമായിട്ട് ഒരു 2-3 തവണ അല്ലെങ്കിൽ 3-4 തവണ നല്ല രീതിയിൽ തലകറക്കം വന്നിട്ടുണ്ട്. അപ്പം തലകറക്കം വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറത്തേന് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കിടക്കുമ്പം കുഴപ്പമില്ല, എണീക്കുമ്പം തലകറങ്ങും. അപ്പം ആ ഒരു രീതിയിലായിരുന്നു. അപ്പം അങ്ങനെ വന്ന സമയത്ത് ഞാനിപ്പോൾ ഉടമ്പടിയിൽ അതും നിയമമായിട്ട് വെച്ചിരുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 3 തവണ വന്നതിൽ 3-ാമത്തെ തവണ വന്നതെന്ന് പറയുന്നത് ഒക്ടോബർ 2023 ഒക്ടോബർ 7-ാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നാണ്. അപ്പം അന്ന് രാവിലെ ഞാൻ 5:30 നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി എണീറ്റപ്പം എനിക്ക് തലകറങ്ങുന്നതായിട്ട് തോന്നി. അപ്പം എനിക്കതൊരു വിഷമമായതിനു വെച്ചാൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 മാസമേ ആയിട്ടുള്ളായിരുന്നു. അപ്പം അങ്ങനെ തലകറക്കം തോന്നിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ സാധനം ചെല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ അപ്സ്റ്റെയറിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ എൻ്റെ ബെഡ്റൂം. അപ്പം ഞാൻ എൻ്റെ വൈഫും പിള്ളേരും വീട്ടിലില്ലാത്ത സമയമാണ്. ഡാഡി മമ്മിയും താഴത്തെ ഫ്ലോറിലുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി തീർത്തു. അപ്പം അതിനുശേഷം ഞാനിങ്ങനെ കട്ടിൽ കിടക്കുകയാണ്, ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണ്. അപ്പം എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തിട്ടും തലകറക്കം വന്നല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിടന്ന സമയത്ത് എനിക്കൊരു 6:30 മണിയായ സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല, ഡാഡി മമ്മീനെ പള്ളിയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം എൻ്റെ കാലിൽ ഇങ്ങനെ ആലോ തിരുമുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് വെറുതെ തോന്നുന്നതെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെൻ്റെ നെറ്റിയിലാടോ ഇങ്ങനെ തിരുമുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ശരിക്കും ഒന്ന് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ തിരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് ഞെട്ടി എൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടി മാറ്റി. അപ്പം അങ്ങനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പം ബാക്ക് സൈഡിലൊരു കസേരയിൽ കൃപാസന മാതാവ് ഇരിക്കുന്നു. അപ്പം ഞാനൊരു കുറച്ച് സെക്കൻഡ് അമ്മയെ കണ്ടുള്ളൂ. പക്ഷേ എന്നെ തൊട്ടതും എൻ്റെ കൈ തിരിച്ച് ടച്ച് ചെയ്തതൊക്കെ ഞാൻ കറക്റ്റ്
അറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് അഖണ്ഡ ജപമാല റാലി വരുന്നത്. അതിനുശേഷം ഇതുവരെ എനിക്ക് തലകറക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ജോയിൻറ്റ് പെയിൻസിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നൽകിയത്. പിന്നെ ഉടമ്പടിയിലൂടെ ലഭിച്ചതെന്ന് പറയുന്നത്, ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണ്, ഞാൻ പറഞ്ഞു. അതുകൂടാതെ എനിക്കൊരു ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു മെയിനായിട്ട് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം പുതിയൊരു സ്റ്റാഫിനെ അയാൾ മാറിയ സമയത്ത് പുതിയൊരു സ്റ്റാഫിനെ നോക്കുമായിരുന്നു. അപ്പം നമുക്കൊരു പുതിയ ഒരാളെ കിട്ടുന്നില്ല, 2-3 മാസമായിട്ടും കിട്ടുന്നില്ല, നമുക്ക് സ്യൂട്ടാവുന്ന ഒരാളെ കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ ആ ഓഫീസിൻ്റെ ലൊക്കേഷൻ വെച്ച് അവിടെ ബസ് സൗകര്യമൊക്കെ കുറവുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിൽ അതൊരു നിയമമായിട്ട് വെച്ചു. അപ്പം ഞാനത് ഉടമ്പടി 2023 സെപ്റ്റംബർ 3-ാം തീയതിയാണ് എടുത്തത്. അപ്പോൾ എടുത്തൊരു കറക്റ്റ് 10 ദിവസത്തിനുള്ളിൽ 13-ാം തീയതി ഒരു 12 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റാഫിനെ കിട്ടി അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഒന്നാമത്തെ നിയമമായിട്ട് വെച്ചിരുന്നത് പരിശുദ്ധാത്മാനം നിറഞ്ഞ വിശുദ്ധിയിൽ ജീവിച്ച് സ്ഥിരതയോടെ ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളൊരു നിയമമാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പം അത് അന്ന് വെച്ച ദിവസം മുതൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ അത് പാലിച്ചു പോകാൻ പറ്റുന്നു. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻറ്റ് പെയിൻസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ഫാദർ ഡോക്ടറാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇതെന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോഴെല്ലാം എനിക്കിങ്ങനെ ഒരു വചനം ഇങ്ങനെ മനസ്സിലോട്ട് വരുമായിരുന്നു. അതായത് യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വചനങ്ങൾ. അതായത് ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവൻ ഒരു അന്ധനെ കാണുമ്പം ചോദിക്കുന്നുണ്ട്, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈശോ പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, പ്രത്യേക ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചതെന്നും പറഞ്ഞു. അപ്പം അതിന് സാക്ഷി എന്നുള്ള രീതിയിലാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അപ്പം കർത്താവിൻ്റെ പ്രവൃത്തികളിൽ എന്നിൽ പ്രകടമാകാൻ വേണ്ടി തന്നെയായിരുന്നു 22 വർഷമായിട്ടുള്ള ഈ സഹനവും 3-4 വർഷമായിട്ടുള്ള തലകറക്കത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം അമ്മ നേരിട്ടെത്തി തന്നെ പരിഹരിച്ചു തന്നു. പിന്നെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ ഒരു 2 കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു ആയുഷ് ഡോക്ടേഴ്സാണ്, ആയുർവേദ ഹോമിയൊക്കെ വരുന്ന ആയുഷ് ഡോക്ടേഴ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ബില്ല്, അതായത് ഒരു പൊതുജനാരോഗ്യ ബില്ലെന്നുള്ള രീതിയിലൊരു ബില്ല് 2021 കൊണ്ടുവന്നിരുന്നു. അത് 2023 മാർച്ച് 20 നിയമസഭയിൽ വെച്ചിരുന്നു. അപ്പം ആ ബില്ലിൽ ഞങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് മാറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം ചീഫ് മിനിസ്റ്ററെ ആണെങ്കിലും മിനിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ അവരെല്ലാം കറക്റ്റ് ചെയ്യാമെന്ന് പറയുന്നെങ്കിലും ഒന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്നു വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് മാർച്ച് 20 രാവിലെയാണ് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്നത്. മാർച്ച് 20 നിയമസഭയിൽ വെച്ചു 2023. മാർച്ച് 20 വെച്ചതിലും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അന്നെന്താ സെലക്ട് കമ്മിറ്റിക്ക് എന്തോ വിട്ടു. പക്ഷേ 2023 മാർച്ച് 21 ബില്ല് പാസ്സാക്കി. പക്ഷേ പാസ്സായപ്പോൾ ഞങ്ങൾ മാറ്റണമെന്ന് റിക്വസ്റ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മാറിയാണ് പാസ്സായത്. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. അപ്പം പിന്നെ ഞാൻ എൻ്റെ തലകറക്കത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അതിന് വേണ്ടി പല സ്കാനിങ്ങുകളും MRIസും അങ്ങനെയൊക്കെ പലതും ചെയ്തിരുന്നു. എല്ലാം നോർമലായിരുന്നു. അപ്പം അതിലൊരു ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിന് മുമ്പ് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു. അതായത് കൈരോട്ടിഡ് ആൻഡ് വെർട്ടിബിൾ ആർട്ടറീസിൻ്റെ ഡോപ്ലർ സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് 2023 നവംബർ 8-ാം തീയതി 6-ാം തീയതി റിക്വസ്റ്റ് കൊടുത്തത്. 8-ാം തീയതി ആയിരുന്നു എൻ്റെ സ്കാന്. എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ ഇതിനു വേണ്ടി ചെയ്ത കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി നമ്മുടെ കൃപാസനം പത്രം അത് ഒരു 3 മാസ കാലയളവിൽ 12 പാക്കറ്റ് മുതൽ 15 പാക്കറ്റ് വരെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ആയിട്ട് പ്രാർത്ഥിച്ച് തന്നെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് അഗതി മന്ദിരം ഉണ്ടായിരുന്നു, ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ പോയി അവരെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് ഭക്ഷണം ഓരോ തവണ നമ്മൾ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ആളുകൾക്ക് ചെയ്തിരുന്നു. പിന്നെ
രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. പിന്നെ അരമണിക്കൂർ ഡെയിലി ബൈബിൾ വായന, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരം എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോന്നിരുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ, അതായത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:49 തിരുവചനമാണ്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതമാണ്. അമ്മ ദൈവത്തെ തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണുന്ന അമ്മ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന സ്തോത്രഗീതം. തൻ്റെ പുത്രൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് ദൈവപിതാവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലം, അത് അമ്മ പറയുന്ന സ്ഥലമാണ്. അത് കാനായാണ്. അത് ജെറുസലേമല്ല, ബെത്ലഹേമല്ല, നസ്രസല്ല. എന്നാൽ അമ്മ ഒരു സ്ഥലം നിശ്ചയിച്ചു. അത് ദൈവപിതാവ് തന്നെ അമ്മ പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് വെച്ചാണ് ഈശോ മഹത്വപ്പെടുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം മഹത്വപ്പെടുന്നതിന് ചില സാഹചര്യങ്ങൾ, നമുക്കത് രോഗമാകാം, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, മറ്റെന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളാകാം. എന്നാൽ അതൊക്കെ ഇവൻ അന്ധനായത് ഇവൻ്റെ കുറ്റം കൊണ്ടല്ല, ഇവൻ്റെ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും പ്രവൃത്തികളുടെ ഫലമല്ല എന്ന് ഈ ഡോക്ടർ തന്നെയാണ് ഇന്ന്, അത് ബൈബിൾ വചനമാണ്. അന്ധനായത് എന്തുകൊണ്ടെന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുന്ന തിരുവചനമാണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളൊക്കെ അത് ദൈവം മഹത്വപ്പെടാനുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ പിന്നീട് ഉടമ്പടി ജീവിതം പുഷ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ വന്ന് ഫലങ്ങളൊക്കെ ആയിട്ട് നാം പിന്നീട് വന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നവരാകുന്നത്. അതിന് പകരം പരിഭവവും പരാതികളും ആവലാതികളുമായിട്ട് ഓരോ ദിവസവും നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ മകന് തന്നെ ഒരു ചിന്ത വന്നു, എന്തേ ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്കിങ്ങനെ 4 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന തലകറക്കം അത് വീണ്ടും മാറിയില്ലല്ലോ. പക്ഷേ അമ്മ ആ സമയത്ത് ഈ മകനെ തലോടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക. അമ്മ ഒരു കസേരയിൽ ഇരിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന നമുക്ക് ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കാം. അത് നമ്മുടെ ചിന്തയിൽ നാം മാറ്റം വരുത്തണം. എന്നാൽ അനുഭവിച്ച ഈ ഡോക്ടർ അതൊരിക്കലും തൻ്റെ അനുഭവത്തിൽ നിന്ന് മാറില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ഇവിടെ വന്ന് അങ്ങനെ പറയുന്നത്. പിന്നീട് അഖണ്ഡ ജപമാല റാലിയിലും പങ്കെടുത്തു. തനിക്ക് 4 വർഷമായിട്ടുണ്ടായിരുന്ന അസ്വസ്ഥത, തലകറക്കം അത് പൂർണ്ണമായും മാറുന്നു. 22 വർഷമായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു റെയർ റൂമാറ്റിക് അതൊരു സിക്നെസ്, അതും ഡോക്ടറിന് മാറുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഇദ്ദേഹം ഉപയോഗിച്ചത്. മരുന്നുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ അവിടെയൊന്നും ഫലം കാണാതെ വരുമ്പോൾ ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെയാണ് അമ്മ ഈ മകനെ തൊടുന്നത്, അമ്മ പറയുമ്പോൾ ഈശോ എങ്ങനെ ഈ മകന് സൗഖ്യം നൽകുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനാണ് ആദ്യമായി നിയോഗം വെച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ത്രിത്വിക ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടി പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും കൃപകൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നതാണ്. ഓരോ ദിവസവും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല. അത് പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം തന്നെയാണ്. അല്ലെങ്കിൽ ഒരിടത്തുമുണ്ടാകാത്ത ഒരു അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ നടക്കുന്നു. ഓരോ മക്കളും വന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം ഉണരുന്നത് തന്നെ. അങ്ങനെ കൃപാസനത്തിലേക്ക് അമ്മ ചൊരിയുന്ന എല്ലാ കൃപകൾക്കും, അതുപോലെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് കിട്ടുന്ന എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജിൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ദൃശ്യ. ഞാൻ 2020 ഫെബ്രുവരിയിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടും മക്കളുടെ പഠനവും ഒക്കെ ആയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് പിന്നെ പുതുക്കാൻ എനിക്ക് വരാൻ പറ്റിയില്ല. പിന്നെ 2022 ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാനുണ്ടായ കാരണം, എൻ്റെ മകൾക്ക് 4 വർഷം കഴിഞ്ഞിട്ടും മക്കളുണ്ടായിരുന്നില്ല. മരുമകൻ ബഹ്റൈനിലായിരുന്നു, അവളും ബഹ്റൈനിലേക്ക് പോയി.
അവിടെ ചെന്ന് ഇട്ട് മക്കളില്ലാതായപ്പോൾ അവൾ എന്നോട് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക്, അമ്മ പുതുക്കി വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി 4 വർഷം കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി നേർച്ച വസ്തുക്കളൊക്കെ ബഹ്റിനിലേക്ക് ഇവൾക്ക് കൊടുത്തഴിച്ചു. ഇവളവിടെയും ഓൺലൈനിൽ ഉടമ്പടി എടുത്തു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. ഉടമ്പടി ചെറിയ കാശ് രൂപം വയറ്റത്ത് കുത്തിയിട്ട് പ്രാർത്ഥന തുടങ്ങി. എല്ലാ ചൊവ്വാഴ്ചകളിലെയും ഉടമ്പടി ധ്യാനം ഇവളവിടെ നിന്ന് കൂടിയിരുന്നു, ഞാനും. അങ്ങനെ ഒരു ദിവസം അവൾക്ക് ഞങ്ങളുടെ അവിടുത്തെ വിശുദ്ധ മറിയന്ത്രീസ്വാമിയുടെ പള്ളിയിൽ ജോസഫ് അച്ഛൻ വരുന്നതായും അവിടെ വെച്ച് ഇവളുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കുന്നതായും സ്വപ്നം കണ്ടു. അപ്പോൾ നല്ലൊരു സുഗന്ധാഭിഷേകവും അവൾക്ക് സ്വപ്നത്തിൽ കിട്ടി. അങ്ങനെ ഫെബ്രുവരിയിൽ ഞാൻ ഉടമ്പടി പുതുക്കി. ഏപ്രിൽ ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ ആ ആഴ്ച തന്നെ ഇവൾ പ്രഗ്നൻ്റാന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അതിനു മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പ്രഗ്നൻ്റാന്ന് അറിയുന്ന അന്ന് മുതൽ ഞാൻ കുഞ്ഞാവുന്നത് വരെ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചോളാന്ന്. അന്ന് തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ചെയ്തു. പ്രഗ്നൻസിയിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രസവത്തിൻ്റെ സമയമായപ്പോൾ കൊച്ചിന് ഇത്തിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇറങ്ങി വരാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് വന്ന് പ്രസവം തന്നെയായിരുന്നു. പക്ഷേ കൊച്ചിനെ അപ്പം തന്നെ കരച്ചിലൊന്നും ഉണ്ടായില്ല. കൊച്ചിനെ ഞങ്ങളൊന്ന് കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ നെറ്റത്ത് പുരട്ടി ആവേ മരിയാന്ന് ഞാൻ ചെവിയിൽ പറഞ്ഞ് അപ്പം തന്നെ കൊച്ച് വാവിട്ട് കരയുകയും അവനപ്പം തന്നെ NICU കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഡിസംബർ 25-ാം തീയതിയാണ് ഞങ്ങൾക്ക് കൊച്ചിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ഈശോയോട് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, മാതാവ് അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയിനെ എനിക്ക് എൻ്റെ മകൾക്ക് കൊടുക്കണമെന്ന്. അതുപോലെ തന്നെ ക്രിസ്തുമസിൻ്റെ അന്ന് ഞങ്ങൾക്ക് കൊച്ചിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങൾ ഇവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ രണ്ടാമത്തെ മകൾ നേഴ്സായിരുന്നു. പുറത്തേക്ക് പോകാനുള്ള ആഗ്രഹം ആയി നിൽക്കുന്ന സമയത്ത് ഏജൻസിക്കാർ പറഞ്ഞു അബുദാബിയിൽ ഇപ്പോൾ നല്ല വേക്കൻസി ഉണ്ട്, പോവാമെന്ന്. അങ്ങനെ എക്സാം എഴുതാനായിട്ട് ചേർന്നു, പഠിക്കാൻ ചേർന്നു. എക്സാമിൻ്റെ സമയത്ത് അവൾക്ക് നല്ല ആത്മവിശ്വാസമായിരുന്നു അവൾ ജയിക്കുമെന്ന്. കാരണം പഠിക്കാനുള്ള പിള്ളേരുകളൊക്കെ ഇവളോടാണ് സംശയം ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൾ എന്തായാലും ജയിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവളോട് പറയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവൾക്ക് കൃപാസന മാതാവിന് ഇതാണ്. പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള ഓരോ ട്രോളുകളൊക്കെ കേൾക്കുന്നത് കൊണ്ട് അവൾക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. പരീക്ഷ ഹാളിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ പരീക്ഷ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി നല്ല ബുദ്ധിമുട്ടായിരുന്നു, അവൾ പഠിച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എക്സാം പൊട്ടി. തിരിച്ച് അവിടെ വെച്ച് എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ എക്സാം തോറ്റു എന്ന്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ ഭവനമായിരുന്നത്. അപ്പോൾ കാരണം ഇവരുടെ പഠനവും വിവാഹവും എല്ലാമായിട്ട് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. രണ്ടാമത് അവൾ ലേറ്റ് ക്യാൻറ്റീനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയി. എക്സാം അതുപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ എക്സാമും. പക്ഷേ അവൾക്ക് മാതാവിനോട് അവൾ നല്ലവണ്ണം പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളും ഇവിടെ എക്സാമിന് പോയപ്പോൾ തുടങ്ങി ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എക്സാം ഹാളിൽ എക്സാമിന് ചെന്നപ്പോൾ നല്ല ടഫ്, തോൽക്കുന്നുള്ളതിൽ തന്നെ അവൾ ഇറങ്ങിപ്പോന്നു. പക്ഷേ എക്സാം പാസ്സായി. അവൾ പറയണേ എന്നോട് ആരോ പറഞ്ഞു തരുമായിരുന്നു ഇതല്ല അതെഴുത്. അങ്ങനെ എക്സാം കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് പോകാമെന്നൊക്കെ ഉള്ളതിലാണ് വിചാരിച്ചിരുന്നത്. എക്സാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയണേ അബുദാബിയിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല, തൽക്കാലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്. അങ്ങനെ പിന്നെ കരച്ചിലായി, ബഹളമായി. ഒരു കണക്കിന് ഞങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോകാമെന്നുള്ളതിൽ അപ്പോഴേക്കും ഇവിടെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞായിരുന്നു. തീരെ ശമ്പളക്കുറവിൽ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒന്നും പറ്റിയില്ലെങ്കിൽ അതിൽ കയറാമല്ലോ എന്ന് വിചാരിച്ച് വിസ എടുത്തു. ഇവിടെ മെയ് 4-ാം തീയതിക്കാണ് വിസ എടുത്തിരുന്നത്. ഞങ്ങളപ്പോഴേക്കും ഇവിടെ മെയ് 2-ാം തീയതി ഞാൻ ഇവിടെയും കൂടെ കൊണ്ടുവന്നു. വന്നപ്പോൾ അവിടെ എല്ലാവരും അച്ഛനെ കാണാനായിട്ട് ക്യൂ നിൽക്കണ്. ആ കൂട്ടത്തിൽ ഞാനും നിന്നു. പക്ഷേ ബ്രദറിനെ കണ്ടപ്പോൾ പറഞ്ഞു കൊച്ചച്ഛനെ കണ്ട് അച്ഛനെ കാണാൻ പറ്റുമെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ തിരിച്ച് കൊച്ചച്ഛൻ്റെ അടുത്ത് ക്യൂ നിന്നപ്പോൾ ഞങ്ങളുടെ വിസയും എല്ലാം ഫോണിലായിരുന്നു. അച്ഛൻ പറഞ്ഞു നിങ്ങൾ കാര്യം ചെയ്യ്, പോയിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് വായോ എന്നിട്ട് കാണാമെന്ന്. ഞങ്ങൾ തിരിച്ചു പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തിരിച്ച് വന്നപ്പോൾ പുറത്തെ മാതാവിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ എനിക്കങ്ങനെ മനസ്സിലേക്കൊരു വചനം അങ്ങനെയൊന്നും വരാത്ത ആളാണ്. എന്നോട് മാതാവ് പറയണ് നിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, നിൻ്റെ കണ്ണീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ തന്നെ ഇവിടെ വന്നു അച്ഛനെ കാണാമെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു 3 മണിയാവും, 3 മണി കഴിയും അച്ഛനെ കാണണമെങ്കിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ അവളുടെ ഒരു കൂട്ടുകാരിനെയും കൂടിയാണ് കൊണ്ടുവന്നായിരുന്നു. ഞങ്ങൾ 3 ആളും ആയതുകൊണ്ട് ഞാൻ പിന്നെ അച്ഛനെ കാണാൻ നിന്നില്ല. മാതാവിൻ്റെ അടുത്ത് ഇവിടെ നന്നായി പ്രാർത്ഥിച്ചിട്ട് പോയി.
മെയ് 4-ാം തീയതി അവൾ പോയി. ഒരു മാസമായിട്ടും ഒന്നും ആയില്ല ജോലിയുടെ കാര്യങ്ങൾ. എന്നാൽ പിന്നെ ഈ ശമ്പളം കുറവിൽ ഇവിടെ ഒരു കഴിഞ്ഞതിന് തന്നെ കയറാമല്ലോ എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ഒരു ബന്ധു ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് CV ആക്കി ഒരു ഡോക്ടറെ കയ്യിൽ കൊടുത്ത് ഡോക്ടർ വഴിയായിട്ട് അവൾക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടി. മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതോടുകൂടി എൻ്റെ മകളും വല്ലാണ്ട് മാതാവിൽ വിശ്വാസമായി. ഇപ്പോൾ അവൾ അബുദാബിയിൽ ജോലി ചെയ്യുന്നു. നല്ല സാലറി ഉണ്ട്. അതുപോലെ തന്നെ യൂത്തിൻ്റെ ഇതിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് പള്ളിയായിട്ടും ആദ്യം പറയായിരുന്നു ഈ പള്ളിയിലൊക്കെ പോണവരെ കാണുമ്പോൾ എനിക്ക് അവർക്ക് വല്ല പ്രാന്തണോ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അമ്മേ. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത്രത്തോളം മാതാവിനോട് എത്രത്തോളം പള്ളിയിൽ പോയിരുന്നാലും എനിക്ക് മതിയാവുന്നില്ല എന്ന് പറയണേ. അതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഒരു 15 ദിവസം 20 ദിവസമൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാനിങ്ങിന് പോണേക്ക് മുമ്പ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ സ്കാനിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു മരുന്നുമില്ല. എനിക്കിപ്പോൾ നോർമലായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഞാനിവിടെ എഴുതി കൊടുക്കാത്ത എൻ്റെ ഒരു ബന്ധു വല്യപ്പൻ്റെ മകനാണ്. ആളുടെ കുടുംബത്തിൽ ആകെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരുന്നു. ആൾക്ക് കൊറോണ വന്നേ പിന്നെ ചായക്കടയാണ്. മദ്രാസിൽ ചായക്കടയൊക്കെ പോയി ജോലിയൊന്നുമില്ല. 3 മക്കളാണ്. മക്കൾ 3 കുഞ്ഞുങ്ങളാണ്, പഠിക്കുകയാണ്. ഞാൻ ഉടമ്പടിയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കിയപ്പോൾ വെച്ചിരുന്നു. ഇപ്പം ആളുടെ ഭാര്യയും പ്രിൻസി അവളിപ്പോൾ അബുദാബിയിൽ ഒരു ജോലി കിട്ടി. അവരും സന്തോഷമായി ജീവിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ പത്രം വാങ്ങിച്ച് ഇവിടെ കൊടുക്കാറുണ്ട്. വീടുകളിൽ അവിടെയൊക്കെ കൊടുക്കാറുണ്ട്. വൃദ്ധസദനത്തിൽ പോയി ഭക്ഷണം കൊടുക്കലും അവരെ പോയി കാണാറുണ്ട്. എന്നിലാവുന്ന സഹായങ്ങൾ പൈസ കൊണ്ടായാലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഇനിയും അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോൾ കരഞ്ഞു വിളിച്ചാലും മാതാവിൻ്റെ അടുത്ത് എത്താറുണ്ട്. അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും യേശുവിനും 1000 നന്ദി. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകുമെന്നാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3:12 നാം വായിക്കുന്നത്. 5 വർഷമൊക്കെ ആയിട്ട് മക്കളില്ലാത്ത അവസ്ഥകളിൽ ദൈവം കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നതും പിന്നീട് തൻ്റെ കുടുംബത്തിലേക്ക് വേറൊരു മകൾക്ക് കിട്ടിയ ജോലി, ആ ജോലിയൊക്കെ സാധ്യതകൾ എങ്ങനെയായിരുന്നു ഇതെല്ലാം നാം കേട്ടതാണ്. അതുപോലെ രോഗസൗഖ്യം, വർഷങ്ങളായിട്ട് താൻ എന്ത് രോഗത്തിന് അടിമയായിരുന്നോ അതെല്ലാം പിന്നീട് എങ്ങനെയാണ് ഈ മകൾക്ക് സൗഖ്യപ്പെടുന്നത്. ഇതിനൊക്കെ കൊടുക്കുന്ന, അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം, ദൈവസ്നേഹത്തോടെയുള്ള ജീവിതം നാം തുടങ്ങുമ്പോഴാണ്, അതാണ് ഉടമ്പടി നമ്മെ കൊണ്ട് നാം ചെയ്യേണ്ടത്. അതാണ് ദൈവസ്നേഹത്തിലൂന്നിയ ഒരു ജീവിതം നാം നയിക്കാൻ തുടങ്ങുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വരുന്നത്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും മറ്റ് പ്രത്യേകതകൾ ഉണ്ടായിട്ടല്ല. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള അത് ഈ ആലയത്തിൽ ആ ഒരു അവസ്ഥയിൽ നാം ഇവിടെ വന്ന് നമ്മിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമ്മെ തന്നെ ഒന്ന് വേറൊരു വ്യക്തിയാക്കി തീർക്കുവാൻ നാം തന്നെ പരിശ്രമിക്കുന്നു. അതാണ് ദൈവസ്നേഹത്തോടെയുള്ള കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും. അങ്ങനെ തൻ്റെ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. പിതാവിനും അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിജ ജോസ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. 2023 ജനുവരി മാസം 31-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വരുമ്പോൾ വളരെ മാനസികമായി വിഷമിച്ച ഒരവസ്ഥയിലായിരുന്നു. കാരണം ഞാൻ 2019 മുതൽ 2022 വരെ ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സൗദിയിൽ നിന്ന് വരുമ്പോൾ ഞാൻ കാനഡയുടെ ഒരു പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം അവർ ആ കൊറോണയുടെയൊക്കെ ആ സമയമായതുകൊണ്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തത്. ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് വീണ്ടും ജനുവരിയിൽ ഞാനൊരു കാനഡ വേറൊരു സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യുകയും മാർച്ച് മാസം 17-ാം തീയതി എനിക്കവർ സൂം ഇൻ്റർവ്യൂ നടത്തുകയും ചെയ്തു. ആ സൂം ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സാവുകയും അവർ എനിക്ക് തന്ന ജോബ് ഓഫറിൽ എനിക്ക് എല്ലാം ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് പോകാം എന്നാണ് പറയുന്നത്. ഇതിന് മുമ്പ് എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആയിക്കൊണ്ടിരുന്ന പ്രോസസ്സിങ്ങിന് എനിക്ക്
അതിന് ഒരുപാട് പൈസ കൊടുക്കേണ്ടതായിട്ടും ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കും പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ജോബ് ഓഫറിൽ എനിക്ക് ഒരു തടസ്സവും ഒന്നും കൂടാതെ എൻ്റെ ഫാമിലി ഒത്ത് എനിക്ക് ഒരു പൈസ പോലും മുടക്ക് കൂടാതെ പോകാനുള്ള അനുഗ്രഹമാണ് അമ്മ തന്നത്. അപ്പോൾ ഈ സമയവേളയിലൊക്കെ ഞാൻ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സാക്ഷ്യം കണ്ടായിരുന്നു. ഒരു ചേച്ചി 10-15 വർഷത്തോളം നേഴ്സായിട്ട് ജോലി ചെയ്യാണ്ടിരുന്നിട്ട് ആ ചേച്ചി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റിയെന്ന്. അപ്പം ഞാൻ അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ അമ്മ എനിക്ക് ഇത്രയും പൈസ മുടക്കി പോകണമല്ലോ, ഞാൻ എന്ത് ചെയ്യും? അത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നത്. ഈ പ്രാർത്ഥനയെല്ലാം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്നും മാറി തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്നും ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കരയാൻ. ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മേനോട്. അതിൻ്റെ ഫലമായി എനിക്കറിയില്ല, ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എൻ്റെ 2009 കല്യാണം കഴിഞ്ഞ് 2010 മുതലാണ് ഞാൻ ഈ പ്രോസസ്സിങ് ആയിട്ട് നടക്കാൻ തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ ഒരു അവസരവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വിസ എല്ലാം കിട്ടിക്കഴിഞ്ഞാലും കാനഡയുടെ പ്രോസസ്സിങ്ങിന് ഒത്തിരി സമയമുണ്ട്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ഓരോ പേപ്പറുകൾ ശരിയാകുമ്പോഴും എനിക്ക് ഓരോ തടസ്സങ്ങൾ വരാറുണ്ട്. ആ സമയമെല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ മുട്ടയെ കുത്തി കരഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് കിട്ടുന്ന ആ ഓരോ പേപ്പർ ഡിലേ ആകുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം വരുന്ന ഒന്നുമല്ല ഈ ചൊവ്വാഴ്ച പ്രാർത്ഥന കണ്ട് ഇവിടുത്തെ ധ്യാനം കഴിയുന്നതിന് ശേഷം അല്ലെങ്കിൽ അവിടുത്തെ രാവിലെ അങ്ങനെയുള്ള സമയത്തായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനപ്പോൾ അമ്മേനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എനിക്ക് ഇവിടുന്ന് ഒരു ഡിസംബർ 5 ഇവിടുന്ന് കയറി 7-ാം തീയതി അവിടെ എത്താൻ പറ്റണേന്നായിരുന്നു ഞാൻ ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണല്ലോ. അപ്പോൾ ഈ നവംബർ ലാസ്റ്റ് ആയിട്ടും ഇതിൻ്റെ ഒന്നും അറിയുന്നില്ല. അപ്പോഴാണ് നവംബർ 31-ാം തീയതി എനിക്ക് വിസ അപ്രൂവലായി എന്ന് പറഞ്ഞ് വരുന്നത്. ഉടനെ തന്നെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ എങ്ങനെ 2 ആഴ്ചയെങ്കിലും വരും നമുക്കിതെല്ലാം കയ്യിൽ കിട്ടാൻ. പക്ഷേ എനിക്കന്ന് കറക്റ്റ് ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടുകയും ഞങ്ങളന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇവിടെ സമാപനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കത് മേടിച്ചു കൊണ്ടുവന്ന് തുറന്നു നോക്കാനുള്ള അനുഗ്രഹം അമ്മ തന്ന അനുഗ്രഹമാണെന്നുള്ള സാക്ഷ്യമായി അമ്മ എനിക്ക് ആ ദിവസം തന്നെയാണ് അമ്മ എല്ലാം ചെയ്തു തന്നത്. അതുകൂടാതെ എൻ്റെ ബ്രദർ കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷം ആയിരുന്നു. അവന് കുട്ടികളാകുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ലാസ്റ്റ് മാസം ഈ സെപ്റ്റംബറിൽ പുതുക്കിയ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കാര്യം കൂടെ വെച്ചു. ഡിസംബർ ആയപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ 3 മാസം പ്രഗ്നൻ്റ് ആണ്. ആ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വേറൊരു പേപ്പർ ഞാൻ 2021 NNS എന്ന് പറയുന്ന ഈ കാനഡ നമ്മൾ അവിടെ ചെന്ന് നേഴ്സ് ആകുന്നതിന് നമുക്കൊരു അപ്രൂവൽ കിട്ടണം. NNS എന്ന് പറയുന്നൊരു പേപ്പറിൻ്റെ വർക്ക് തുടങ്ങിയതായിരുന്നു. അത് എങ്ങനെ പോയാലും അത് നമ്മൾ പഠിച്ച എല്ലാ കോളേജുകളിൽ നിന്നും നമുക്ക് അതിൻ്റെ വേരിഫിക്കേഷൻ കിട്ടണം. അപ്പം ഞാൻ പഠിച്ച കോളേജ് ഓൾറെഡി നിർത്തിപ്പോയത് കണ്ട് അവിടെ നിന്നുള്ളൊരു പേപ്പർ കിട്ടാൻ ഒരു വഴിയുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം അത് റിജക്റ്റായി വന്നു. ഞാൻ മാതാവിനോട് നിരന്തരമായി അത് അപേക്ഷയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ അത്ഭുതം എന്ന പോലെ ഒരു ദിവസം പെട്ടെന്ന് NNSൻ്റെ പേപ്പറും റെഡിയായി കിട്ടി. അതുപോലെ കോടാനുകൂടി അനുഗ്രഹങ്ങളാണ് മാതാവ് എൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ ആരംഭിച്ചത് മുതൽ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ രോഗികളോടെല്ലാം കൃപാസനത്തെക്കുറിച്ച് പറയാനുള്ള അവസരം കിട്ടുകയും നമ്മുടെ പത്രം ഹോസ്പിറ്റലിലും എല്ലായിടത്തും കൊടുക്കാൻ എനിക്ക് പറ്റാറുണ്ട്. തിരുവനന്തപുരത്തായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എനിക്ക് കൂടെയുള്ളവർക്കും കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും എനിക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പത്രം കൊടുക്കുന്നതിലൂടെ അവർക്കും അനുഗ്രഹം കിട്ടി, അവർക്കും സന്തോഷകരമായിട്ട് പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എന്താവശ്യം വന്നാലും അത് വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊരു ദൈവാനുഗ്രഹം കൊടുത്തവരും ഉപയോഗിച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയിൽ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ തന്നെ പുതിയ പുതിയ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാനുള്ള ഇതിന്, അല്ലാതെ ഒരു ജീവിതത്തിൽ പോവുകയാണെങ്കിൽ തുടർച്ചയായി ഇങ്ങനെ വായിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഉടമ്പടി എടുത്തതുകൊണ്ട് മാതാവിൻ്റെ കൃപ കൊണ്ട് ബൈബിൾ ദിവസം വായിക്കുവാനും അത് മുഴുവൻ വായിച്ച് തീർക്കുവാനും അതുമൂലം ദൈവവചനം മനസ്സിലാക്കുവാനും ഉള്ള കൃപ മാതാവ് തന്നതിനും 1000 നന്ദി പറയുന്നു.
ഇത് കൂടാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മറന്നുപോയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുത്ത തീയതിയും അതിനുശേഷം നടന്ന കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ ദൈവാനുഭവങ്ങൾ നമ്മൾ പറയിപ്പിക്കുന്നതും. അതിന് പ്രത്യേകം വിധം കാരണമെന്ന് പറയുന്നത്, അത്രയും ഗൗരവമേറിയ ഒരു ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് എത്തിയതിന് ശേഷം ഒരാൾ പുതിയതായിട്ട് ചെയ്യുന്ന പുതിയ നന്മകളും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകം വിധമുള്ള വണക്കവും സ്നേഹവും ഒപ്പം കൗതാശിക ജീവിതവുമെല്ലാം ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളാണ് ഉടമ്പടിയിലൂടെ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഈ മകൾ പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കത്തക്ക വിധം വായിച്ചെടുക്കുന്നത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയവും അല്ലെങ്കിൽ ആ ഒരു തീയതിയിലാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെട്ടത് എന്നുള്ളൊരു കാര്യം ഇവിടെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7 എന്ന തീയതിയും അതുപോലെ തന്നെ നമ്മൾ പാലിക്കുന്ന സമയവും ഇവിടെ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള നിറങ്ങളുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സാക്ഷ്യത്തിൽ ഈ തീയതിയും ഡേറ്റും ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം വിധം അത് ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദിവസം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു എന്നുള്ളതും ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ വ്യക്തിപരമായിട്ടുള്ള സാക്ഷ്യങ്ങളോടൊപ്പം തൻ്റെ കുടുംബത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെന്ന് സാക്ഷ്യത്തിൽ പറയുന്നു. ഒപ്പം സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സൗഖ്യത്തിനെക്കുറിച്ച് പറയുന്നു. അപ്പം പ്രേക്ഷിത പ്രവർത്തനം ഒക്കെ താനായിരിക്കുന്ന ഇടങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രമം ഉണ്ട് എന്ന് സാക്ഷ്യത്തിൽ വ്യക്തമാണ്. അപ്പം ഉടമ്പടി എടുത്തൊരു വ്യക്തിയിലേക്ക് ഒരു പിടി ദൈവാനുഭവം, ഒരു പിടിയല്ല അതിലേറെ ദൈവാനുഭവങ്ങൾ ലഭിക്കുവാനായിട്ട് ഉടമ്പടി എന്ന് പറയുന്ന പ്രാർത്ഥന രീതി ഒരു വ്യക്തിയെ സജ്ജമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അടിസ്ഥാനം ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നൽകുന്ന വേഗതയും ആക്കവും വളരെ വലുതാണ്. അതുകൊണ്ട് പക്ഷേ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പ്രാർത്ഥിക്കാമെങ്കിലും ഈ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം പ്രാർത്ഥനയുടെ വേഗതയും ഒപ്പം പരിശുദ്ധ അമ്മയുടെ സമയത്തിന് മേലുള്ള അധികാരവുമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി സാക്ഷ്യത്തിലെ ഡേറ്റും സമയവും പരിശുദ്ധ അമ്മയോട് ബന്ധപ്പെട്ട നിറങ്ങളും ഇതെല്ലാം ഈ ഒരു പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നതും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതും ഫയൽ ചെയ്യുന്നതുമെല്ലാം. പേരെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കേട്ട സാക്ഷ്യത്തിൽ എന്നതുപോലെ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതം ഒരുപാട് പേർക്ക് അനുഗ്രഹമാകട്ടെ. ഒപ്പം എല്ലാ നിയോഗങ്ങളിലും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയാക്കി മാറുവാൻ ഉടമ്പടിയുടെ അടുത്ത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മകൾക്ക് അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.